ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം ഫേഷ്യൽ മാസ്ക് എന്നതിനെ കുറിച്ചാണ്. ഈ മാസ്ക് 3 ഉപയോഗമുണ്ട്. ഒന്ന് ബ്ലീച്ചിങ്, ഹെയർ റിമൂവൽ, അതുപോലെ തന്നെ ഫേസിന് ഗ്ലോ തരുന്ന ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇതിനകത്ത് ഉപയോഗിക്കുന്ന 4 സാധനങ്ങളാണ്. 1 ജെലാറ്റിൻ, 2 റോ മിൽക്ക്, 3 ടർമറിക്, 4 ഹണി. ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ജെലാറ്റിൻ നമ്മുടെ സ്കിന്നിലുള്ള എക്സ്ഫോളിയേഷൻ നടത്തി നല്ല സപ്പിളായിട്ടുള്ള ഗ്ലോയിങ് സ്കിന്നിനെ തന്നു. പിഗ്മെന്റേഷൻ കളയുന്ന ആന്റി ഏജിങ് ഫങ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസും ആക്നെ ഉണ്ടാകാതിരിക്കാനും എല്ലാം സഹായിക്കുന്നു. ഇനി മുഖക്കുരു വന്ന പാടുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും സഹായിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ ജെലാറ്റിൻ സഹായിക്കുന്നു. അതിനോടൊപ്പം റോ മിൽക്ക് എന്ന് പറയുന്നത് നേരെ ഡയറക്റ്റ് കിട്ടുന്ന പശുവും പാല്, അധികം തിളപ്പിക്കുകയും വേണ്ട, പാസ്ചറൈസ് ചെയ്ത പാല് വേണ്ട. അതിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു. അത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും ആക്നെയ്ക്കും സൺബേൺ മാറ്റുന്നതിനും പാടുകൾ മാറ്റുന്നതിനും എല്ലാം ഈ റോ മിൽക്ക് സഹായിക്കുന്നു. അതിനോടൊപ്പം ടർമറിക്കിനകത്ത് കുർക്കുമിൻ എന്ന് പറയുന്ന ഘടകം ആന്റി ഓക്സിഡന്റ് ആണ്. പിഗ്മെന്റ് റിമൂവ് ചെയ്യുന്നതിനും ഈ പറഞ്ഞിരിക്കുന്ന ജെലാറ്റിന്റെ എല്ലാ ഉപയോഗങ്ങളും ഈ കുർക്കുമിനും ഉണ്ട്. ആന്റി ക്യാൻസർ, സ്കിൻ ക്യാൻസർ ഒക്കെ വരുന്നതിനെല്ലാം തടയുന്ന, മെലാസ്മ ഉണ്ടെങ്കിൽ അത് എന്ന് വെച്ചാൽ കരിമങ്ങല്യമുള്ള പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യുന്നു. എല്ലാത്തിനും അങ്ങനെയുള്ള ഈ ജെലാറ്റിന്റെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും ഈ റോ മിൽക്കും ഉപകാരപ്പെടുന്നതാണ്. ടർമറിക് ഉപയോഗപ്പെടുന്നതാണ്. അതുപോലെ ഹണിക്കകത്ത് എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് ഈ സ്കിന്നിന്റെ ഡീപ്പർ ടിഷ്യൂ ലെയറിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോയിട്ട് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന എല്ലാ ആക്ഷൻസ്, ആന്റി ഇൻഫ്ലമേറ്ററി, എക്സ്ഫോളിയേഷൻ, അതുപോലൊക്കെ പിഗ്മെന്റ് റിമൂവ് ചെയ്യുന്നത്, അങ്ങനെ ന്യൂ സ്കിൻ, ഗ്ലോയിങ് സപ്പിൾ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിനും ബ്ലീച്ചിങ് എഫക്റ്റ്, ഹെയർ റിമൂവൽ, ഇതെല്ലാം നടക്കുന്നു. കാരണം ഇത് ഒരുമിച്ച് ഒരു ബോളിലോട്ട് ചെറിയ ചൂടുള്ള പാല് ഒരു ബോളിലോട്ട് എടുത്തിട്ട് അതിനകത്ത് ജെലാറ്റിനും അപ്ലൈ ചെയ്ത് അത് നല്ലൊരു മിക്സ്ചർ ആക്കി, നല്ല ലംസ് ഒന്നും ഇല്ലാത്ത മിക്സ്ചർ ആക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഹണിയും ഒഴിക്കുക, ടർമറിക്ക് ഇടുക. അത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഫേസ് മാസ്ക് ഇടുന്നത് പോലെ നമ്മൾ ബ്രഷ് കൊണ്ട് നല്ലവണ്ണക്ക് ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അരമണിക്കൂർ അതിനെ വിടുക. അത് നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ മുഖത്തുള്ള ഹെയറുകളെല്ലാം പോകും. അപ്പം നമുക്ക് ബ്ലീച്ചിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ടർമറിക്കും ബ്ലീച്ചിങ് ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ മുഖത്തിന്റെ ഈ സ്കിന്ന് നല്ലപോലെ വെട്ടിത്തിളങ്ങാനായിട്ട് സഹായിക്കുന്നു. ഒരാഴ്ച അല്ലെ ഒരു പ്രാവശ്യം വെച്ച് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും. ചെയ്തതിനു ശേഷം നമ്മൾ മുഖത്ത് നല്ലവണ്ണക്ക് ഐസ് ക്യൂബ്സ് വെച്ച് ഇത് ചെയ്യുക. ആദ്യം ആവി പിടിക്കുന്ന ഏറ്റവും നല്ലത്. ആവി പിടിക്കുകയാണെങ്കിൽ പോർസ് ഒക്കെ ഓപ്പൺ ആയി വരുന്നിട്ടതിന് ശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് കിട്ടും. ഏറ്റവും നല്ല എഫക്റ്റ് ഈ ആവി പിടിച്ചതിന് ശേഷം ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല എഫക്റ്റ് കിട്ടുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമായി ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ആവി പിടിക്കുക. ആവി നല്ലോണം പിടിക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള സ്കിന്നിലെ പോർസ് എല്ലാം ഓപ്പൺ ചെയ്യുകയും നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഈ മിക്സർ നമ്മുടെ മുഖത്ത് അബ്സോർബ് ചെയ്ത് നല്ലതുപോലെ ഇതിൻ്റെ ഗുണങ്ങൾ അബ്സോർബ് ചെയ്ത് നല്ലോണം പോവുകയും നമുക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന സ്കിൻ കിട്ടുകയും ഹെയർ റിമൂവൽ നടക്കുകയും ചെയ്യുന്നു. ആദ്യമായി ജെലാറ്റിൻ 1 സ്പൂൺ എടുത്ത് ഈ ബൗളിലോട്ട് ഇടുക. അതിനുശേഷം ചെറു ചൂട് പാല്, ഇത് ബോയിൽ ചെയ്യേണ്ട, ചെറു ചൂട് റോ മിൽക്ക്, അതായത് പാസ്ചറൈസ് ചെയ്ത പാലല്ല, പശുവിൻ്റെ പാല് ചെറു ചൂടാക്കുന്നത്. അപ്പം കൂടുതൽ ബോയിൽ ചെയ്യുകയോ പാസ്ചറൈസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് ചെറു ചൂട് മാത്രമാക്കുന്നത്. മിക്സാക്കി അതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ മഞ്ഞൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ, അത് നമ്മൾ ഒരു 1/2 സ്പൂൺ എടുത്ത് ഇതിനകത്ത് ചേർക്കുന്നു. 4 സാധനങ്ങളാണ്: ജെലാറ്റിൻ, പാല്, മഞ്ഞൾ, തേൻ ചേർത്തു. നല്ലതുപോലെ മിക്സ് ചെയ്യണം.
ജലാറ്റിൻ, പാല്, തേന്, മഞ്ഞൾ 4 സാധനങ്ങൾ കൂടി ഒരുമിച്ച് ചേർത്തുള്ള മിക്സ്ചറാണിത്. ഇതിന് ശേഷം മുഖം തുടച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മുഖം നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. ഇവിടുന്ന് തുടങ്ങുക. ഡബിൾ ചിൻ ഒഴിവാകുന്നതിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ണിൻ്റെ അവിടോട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ണിൻ്റെ അവിടത്ത് സ്കിന്നിൻ്റെ അവിടോട്ട് ചേർത്തെടുക്കരുത്. പുരികത്തിൻ്റെ അവിടോട്ട് പോകരുത്. മുടി നല്ലതുപോലെ പുറകിലോട്ട് കെട്ടിവെച്ചതിന് ശേഷം മുടിയെ പറ്റാതിരിക്കാനായിട്ട് ഇത് അപ്പേർഡ് ഡയറക്ഷനിൽ ഈ താടിയുടെ ഇവിടുന്ന് മേളോട്ട് പുരട്ടുക. ചെറു ചൂടുപാൽ ഉപയോഗിക്കുന്നത് ഈ ജലാറ്റിൻ നല്ലതുപോലെ മിക്സ് ആകുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ അബ്സോർപ്ഷൻ കൂട്ടുകയും ചെയ്യും ഈ സാധനത്തിൻ്റെ എല്ലാം. പിരിയവും കണ്ണും ബാക്കിയുള്ള ഭാഗം മാറ്റി ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഇത് തേച്ചതിന് ശേഷം 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഉണങ്ങിയിട്ട് റിമൂവ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കുറച്ച് മേലോട്ടെടുത്ത് മാസ്ക് റിമൂവ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ രോമവും ഉൾപ്പെടെ അതിൻ്റെ കൂട്ടത്തിൽ പുറത്ത് വന്നു. അതിൻ്റെ റൂട്ട് ഉൾപ്പെടെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോരും. ഈ ഐസ് ക്യൂബ് ഉപയോഗിച്ച് മസാജ് ചെയ്യുക. രോമമില്ല. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇവയെല്ലാം മൂക്കിൻ്റെ സൈഡിൽ നിന്നും മറ്റും റിമൂവ് ആയിപ്പോയി. ഹെയർ ഇവിടെ ഉണ്ടായിരുന്ന ഹെയറൊക്കെ ആ മാസ്ക് വരച്ചപ്പോൾ അതിനോടൊപ്പം പുറത്ത് വന്നു. അപ്പം നമുക്ക് ബ്ലീച്ചിങ് ഇല്ലാതെ നമുക്ക് ഫേഷ്യലിൻ്റെ കൂടെ തന്നെ ബ്ലീച്ചിങ്ങും ഫേഷ്യലും ഹെയർ റിമൂവലും എല്ലാം സാധിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.